നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം പുസ്തക പരിചയം. കട്ടൻ കാപ്പിയിൽ VF ബാബു പൊങ്ങണേകാട് എഴുതിയ നോവലിനെ പരിചയപ്പെടുത്തുന്നത് താണിക്കുടം UP സ്കൂളിലെ അധ്യാപിക ശ്രീബാബി. കഥകൾ, നാടകം, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ മേഖലകളിൽ തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ശ്രീ VF ബാബുവിന്റെ ആദ്യ നോവലാണ് 2025 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച കട്ടൻ കാപ്പിയിൽ. തികച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് ഈ നോവൽ. ചക്കരപ്പാടവും അമ്പലവും അമ്പലക്കുളവും അരയാൽത്തറയും എല്ലാം ചേർന്ന സുന്ദരമായ ഗ്രാമം. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് സുപരിചിതരായ ആളുകളാണ് കഥാപാത്രങ്ങളിൽ ഏറെയും. അതുകൊണ്ട് തന്നെ നോവൽ രസകരമായി വായിച്ചാസ്വദിക്കുവാൻ കഴിയും. ഉപജീവന മാർഗം തേടി ചക്കരപ്പാടത്ത് വന്നു ചേർന്ന മാധവിയെയും ഭർത്താവിനെയും കാത്തിരുന്നത് വൻ ദുരന്തമായിരുന്നു. അമ്പലപ്പറമ്പിലെ വെടിക്കെട്ട് അപകടത്തിൽ തീപ്പന്തമായി മാധവിയുടെ ഭർത്താവ് മാറുന്നു. നിസ്സഹായായി പോയ മാധവി ആ ചാരത്തിൽ നിന്നും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ മീശമാധവി എന്നൊരു പേരും നാട്ടുകാർ അവൾക്ക് ചാർത്തി കൊടുക്കുന്നു. +2 തോറ്റ ഉടനെ തന്നെ മാധവിയുടെ മകൻ അരുണിന് വിഗ്രഹമോഷണ കേസിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരുന്നു. അവന്റെ മനസ്സിന് അതേൽപ്പിച്ച ആഘാതം വളരെയേറെയായിരുന്നു. പിന്നീട് അവൻ സഞ്ചരിക്കുന്നത് തെറ്റായ വഴികളിലൂടെയാണ്. മനുഷ്യരുടെ നിത്യജീവിതത്തിൽ ആകസ്മികമായ സംഭവവികാസങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് മാധവിയുടെ മകൻ അരുൺ. അരുണിനെ കൂടാതെ കഥയിലുള്ള മറ്റു കഥാപാത്രങ്ങൾ. കുടുംബം നോക്കാതെ നാട് നന്നാക്കാൻ നടക്കുന്ന മാധവിയുടെ രണ്ടാം ഭർത്താവ് നാരായണൻ. മീശമാധവി എന്ന് ആളുകൾ കളിയാക്കി വിളിക്കുമ്പോഴും എല്ലാ സഹായവുമായി കൂടെ നിൽക്കുന്ന പോലീസ് ഏമാൻ ചന്ദ്രൻ നായർ. മാധവിയുടെ മകൾ സുന്ദരി. അവളെ ചതിക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരനായ സിനിമാക്കാരൻ വിശ്വനാഥൻ. മാധവിയുടെ ആദ്യ ഭർത്താവിലുള്ള മകളായ സുകുമാരിയെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ശാന്തിക്കാരൻ ഉണ്ണി. മറ്റൊരു മകളായ സുപ്രിയയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച നീരജ്. അരുണിനെ മുമ്പ് സ്നേഹിച്ചിരുന്ന ദേവസ്വം പ്രസിഡന്റ് ശശാങ്കന്റെ മകൾ അശ്വതി. അവളുടെ കള്ളത്തരങ്ങൾ വിശ്വസിച്ച് അരുണിനോട് പകപോക്കാൻ ഒരുങ്ങുന്ന ശശാങ്കൻ. കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താനായി സിനിമാ അഭിനയം തൊഴിലാക്കിയ മാധവിയുടെ മകൾ സുന്ദരി. ഒരു തളിരായിരുന്നവൾ ഇപ്പോൾ വൻമരമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നാണ് സുന്ദരിയെ കുറിച്ച് നോവലിസ്റ്റിന്റെ ഭാഷ്യം. എന്നും നാട്ടുകാരുടെ പരിഹാസവും അവഗണനയും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കുടുംബമാണ് മാധവിയുടേത്. എന്നെങ്കിലും ഒരിക്കൽ നാട്ടുകാർ അവരെ അംഗീകരിക്കുന്നു. തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുവാൻ അവർക്ക് കഴിയുമോ? അതോ ചിലരുടെ ജീവിതം പോലെ എന്നും ദുരിതക്കുഴിയിൽ ആണ്ട് സ്വയം പരിതപിച്ച് ഇരിഞ്ഞടങ്ങാനാണോ മാധവിയുടെയും കുടുംബത്തിന്റെയും വിധി? വായനക്കാരെ ആകാംക്ഷാഭരിതരാക്കിക്കൊണ്ടും അതേസമയം യഥാർത്ഥ പ്രണയത്തിന്റെ മനോഹാരിത പകർന്നുകൊണ്ടും കഥ മുന്നേറുമ്പോൾ വായനയ്ക്ക് കൂടുതൽ മിഴിവ് ലഭിക്കുന്നു. പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥയിൽ കഥാഗതിക്കൊപ്പം നോവലിസ്റ്റിന്റെ വേഗത കൂടി നമുക്ക് കാണാം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കുറെ മനുഷ്യർ റോഡുകൾ ഉണ്ടാക്കി കമ്മീഷൻ അടിക്കുന്നതല്ല വികസനം. മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാതിരിക്കലാണ്. വരും തലമുറയ്ക്കായി പ്രകൃതിയെ കരുതി വെക്കലാണ്. പ്രകൃതിയോടിണങ്ങി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് എന്നിങ്ങനെയുള്ള പരിസ്ഥിതി സന്ദേശവും നോവൽ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നോവൽ വായിച്ചു തീരുമ്പോൾ ഒരു പഴയകാല സിനിമ കണ്ട പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അത്രത്തോളം ദൃശ്യപരത ഈ നോവലിനുണ്ട്. ഒരു നോവലിന് ആവശ്യം വേണ്ട എല്ലാ ചേരുവകളും യഥാവിധി ചേർത്ത ലളിതസുന്ദരമായ ഈ നോവലിന് സഹൃദയവേദിയുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലയളവിന് ഉള്ളിൽ 4ാം പതിപ്പിലെത്തി എന്നത് നോവലിന്റെ സ്വീകാര്യതയെ വ്യക്തമാക്കുന്നു. പ്രശസ്ത സാഹിത്യകാരി ശ്രീലത വർമ്മയാണ് ഈ നോവലിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് പോലെ ജീവിതം എന്ന തുടർച്ചയിൽ ഓരോ അനിവാര്യതയെയും യാദൃശ്ചികതയെയും നോവലിസ്റ്റ്
ഹൃദയസ്പർശിയായി പിന്തുടർന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ആ നോവൽ ഇനിയും ഏറെ വായിക്കപ്പെടട്ടെ. VF ബാബു പൊങ്ങണേങ്കാട് എഴുതിയ കട്ടൻ കാപ്പിയിൽ എന്ന നോവലിനെ പരിചയപ്പെടുത്തിയത് ശ്രീബാഗി.